കഴുത്തിന്റെ പ്രശ്നം കൊണ്ട് തലയിലേക്ക് വേദന വരാം, തലവേദന ആയിട്ട് വരാം. എപ്പോഴും ഇല്ല. കാരണം വെച്ചാൽ നമ്മളെ കഴുത്തിന്റെ കശേരുക്കള് C7 വരെയുണ്ട്, C1 to C7 വരെയുണ്ട്. അതിൽ ആദ്യത്തെ C1 to C3 വരെയുള്ള കഴുത്തിന്റെ എല്ലുകൾക്ക് തേയ്മാനം, ഡിസ്കിന്റെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഒരു തലവേദനയായിട്ടാണ് മിക്ക ആൾക്കാർക്ക് പറയുക. അത് മോസ്റ്റ്ലി ഇങ്ങനെ മുകളിലോട്ടേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദനയായിട്ടാണ് പറയുക. അതായത് കഴുത്ത് വേദന സ്റ്റാർട്ട് ചെയ്യുന്ന അതിന്റെ കൂട്ടത്തിൽ തലയോട്ടിന്റെ ഭാഗത്തേക്ക് തരിപ്പ് വരുന്നു, കടച്ചിൽ വരുന്നു, തലവേദന വരുന്നു, കഴുത്ത് കുനിച്ച് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക് തലവേദന വരുന്നു. അത് സാധാരണഗതിയിൽ റെസ്റ്റ് എടുത്താലൊക്കെ മാറും. പ്രത്യേകിച്ച് അങ്ങനെ മൈഗ്രെയിൻ സിംറ്റംസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് കഴുത്തിന് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് വേദന കുറയും. സാധാരണ നമ്മൾ ഒപ്പിൽ വരുന്ന പേഷ്യൻസിന് കഴുത്തിന്റെ പോസ്ചർ കറക്റ്റ് ചെയ്യാൻ പറയും. പിന്നെ ഡ്രൈ നീലിംഗ് പോലത്തെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യാനുള്ള. അതുപോലെ തന്നെ കഴുത്തിന്റെ നാഡികളിലേക്ക് കൊടുക്കുന്ന ഒരു ഗ്രേറ്റർ ഓക്സിപിറ്റൽ നെർവ് ബ്ലോക്ക്, തേർഡ് ഓക്സിപിറ്റൽ നെർവ് ബ്ലോക്ക് ഒക്കെ പറയുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നോൺ സർജിക്കൽ ആണ്. പ്രോപ്പറായിട്ട് എന്നുള്ള പോസ്റ്റർ കറക്ഷനും ഈ പറഞ്ഞ പോലത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല 100% റിലീഫ് കിട്ടുന്ന തരത്തിലുള്ള അസുഖങ്ങളാണ് ഇതൊക്കെ. കിടന്നുകൊണ്ട് ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസ്റ്ററിന്റെ ഒരു പ്രോപ്പർ പോസ്റ്ററിങ് അല്ലല്ലോ ആ സമയത്ത് കിട്ടുന്നത്. കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം കഴുത്ത് ഒരുപാട് ഫ്ലെക്ഷനിലേക്കാണ് പോകുന്നത്, അല്ലെ? അപ്പോൾ ഫ്ലെക്ഷൻ സംഭവിക്കുമ്പോൾ കഴുത്തിന്റെ C5 C6 എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ആ ജംഗ്ഷന്റെ അവിടെ കഴുത്തിന് ഡിസ്കിന്റെ പ്രഷർ കൂടുന്നു, ചുറ്റെടുത്ത മസിൽസിനൊക്കെ നീരിറങ്ങുന്നു. അപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു പോസ്റ്ററിൽ നമ്മൾ ഒരു 2 മണിക്കൂർ സിനിമ കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുക, നല്ല കഴുത്ത് വേദനയായിരിക്കും, മസിൽ സ്പാസം വരും, കഴുത്ത് ഒരു പെടലി ഒളിക്കിയ പോലത്തെ സിംപ്റ്റംസ് ഒക്കെ വരും. അപ്പം തീർച്ചയായും ആ പോസ്റ്ററിങ് വളരെ മോശമാണ്. പരമാവധി കിടന്നിട്ട് ഫോൺ കാണാതിരിക്കുക. അല്ലെങ്കിൽ രാത്രി കാണുന്നതിൽ തന്നെ ടേബിളിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്ക്രീൻ ലെവൽ നോക്കിയിട്ട് വേണം ചെയ്യാൻ.